അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 132, അതായത് 132, വേരിയേഷൻ ഇൻ ദ ബർത്ത് റേറ്റ് എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഏതാണ്? വേരിയേഷൻ ഇൻ ദ ബർത്ത് റേറ്റ് അല്ലെങ്കിൽ ജനന നിരക്കിലെ വ്യതിയാനങ്ങൾ എന്നുള്ള പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. പേജ് നമ്പർ 132. ഓക്കെ, ദ ഫസ്റ്റ് നമ്മളോട് അവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ, ഡിസ്കസ് യുവർ ഒപ്പീനിയൻ ഓൺ ആൻഡ് ഫോം ഇൻഫറൻസസ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ രൂപപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ്, ഇൻഫറൻസസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിഗമനങ്ങളും രൂപപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ, ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി മേ അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് ചൈൽഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ. അതായത് തുടർച്ചയായിട്ടുണ്ടാകുന്ന ഗർഭധാരണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനെ എന്ത് ചെയ്യും? ഹാനികരമായിട്ട് ബാധിക്കും അല്ലെങ്കിൽ കുട്ടിയുടെയും ആരോഗ്യത്തെ ബാധിച്ചിരിക്കും. തുടർച്ചയായിട്ടുള്ള പ്രഗ്നൻസി, അതിനെക്കുറിച്ചുള്ള നിഗമനങ്ങൾ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിനകത്തേക്കൊന്ന് പോകാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ടും കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിനോട് സമ്മതിക്കാം. യെസ്, ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി മേ അഫക്ട് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് ചിൽഡ്രൻ ഇൻ ദ ഫോളോയിങ് മാനർ. അതായത് അത് സംഭവിക്കും. ആ കുട്ടിക്കും അമ്മയ്ക്കും അത് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും. ആ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. ഒന്ന്, മിസ് ക്യാരേജ് എന്ന് വെച്ചാൽ എന്താണ്? പ്രഗ്നൻസി ലൂസസ് ദാറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ബിഫോർ 20 വീക്സ്. അതായത് ഈ പ്രഗ്നൻസി ഫ്രീക്വൻ്റ്ലി ആയിട്ട് പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ് ക്യാരേജ് ഉണ്ടാകും. അതായത് ഒരു 20 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രഗ്നൻസി ലോസ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ക്യാൻ ഒക്യൂർ ഇഫ് ദർ ഈസ് എ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി. അതായത് തുടർച്ചയായി ഗർഭധാരണം വന്നു കഴിഞ്ഞാൽ മിസ് ക്യാരേജ്, അതായത് 20 ആഴ്ചയ്ക്ക് മുമ്പ് കുഞ്ഞ് അബോർട്ട് ചെയ്യപ്പെട്ടു പോകുവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമതായിട്ട് പ്രീടൈം ലേബർ ഓർ പ്രീമച്വർ ബർത്ത്. അതായത് തുടർച്ചയായിട്ടുള്ള ബർത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഗ്നൻസി ആണെങ്കിൽ പ്രീടൈം ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീമച്വർ ബർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഒരു ജനനം നടക്കുവാനുള്ള സാധ്യത. ഓഫ് ദ ചൈൽഡ് കോമൺ ഫ്രീക്വൻറ്റ് ഡെലിവറി, അങ്ങനെ ഒരു സംഗതിയും കോമൺ ആയിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പ്രീക്ലാംസിയ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് അമ്മയ്ക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാം. ഡിസോർഡർ ഹാസ് മോർ സീൻ ഇൻ ദ ചാൻസസ് if there is a frequent പ്രഗ്നൻസി. അതായത് ഇത്തരത്തിലുള്ള പ്രീക്ലാംസിയ എന്ന് പറയുന്ന പ്രഗ്നൻസി അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നം ഫ്രീക്വൻറ്റ് പ്രഗ്നൻസിയിൽ കാണുവാനായിട്ട് സാധിക്കാറുണ്ട്. ചാൻസ് ഓഫ് ജസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഈസ് മോർ ഫ്രീക്വൻറ്റ് ഇൻ പ്രഗ്നൻസി. അതായത് ഈ അതായത് ഗർഭകാല ഡയബറ്റിക്സിന് കൂടുതൽ സാധ്യതയുണ്ട്. എന്താണ് പറയുന്നത്? ഈ ഫ്രീക്വൻറ്റ് തുടർച്ചയായിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാകാവുന്ന ഒരു സാധ്യതയാണ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധ. സം സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആൻഡ് അതർ ഇൻഫെക്ഷൻസ് ഇൻ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് ക്യാൻ ഒക്യൂർ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി. അതായത് തുടർച്ചയായിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ അണുബാധ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഫ്രീക്വൻറ്റ് ഡെലിവറി ക്യാൻ ലീഡ് ടു ദ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ടു ദ മദർ. അതായത് തുടർച്ചയായിട്ടുള്ള പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭധാരണ അമ്മയ്ക്ക് വിഷാദത്തിനും അതുപോലെ തന്നെ ആങ്സൈറ്റിക്കും കാരണമായി തീരാറുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി ഓൾസോ അഫക്ട് ദ ചിൽഡ്രൻ. അതായത് കുട്ടികളുടെ ആരോഗ്യത്തെയും ഇത് കൂടുതൽ ഇതായിട്ട് ബാധിക്കുന്നുണ്ട്. ഇഫ് മദേഴ്സ് ഡോണ്ട് ഹാവ് ഗുഡ് ഹെൽത്ത് ഇറ്റ് വിൽ ലീഡ് ടു ദ ബർത്ത് ഓഫ് ദ അൺഹെൽത്തി ചൈൽഡ്. അതുപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള പ്രഗ്നൻസിയും പ്രസവവും അമ്മയ്ക്ക് നല്ല ആരോഗ്യമില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും പ്രശ്നമായി തീരാൻ സാധ്യതയുണ്ട്. ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി ചൈൽഡ് ബർത്ത് വിൽ അഫക്ട് ദ ബ്രസ്റ്റ് ഫീഡിങ് ഓഫ് ദ ചൈൽഡ്. അതായത് തുടർച്ചയായിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നല്ല ഒരു ആരോഗ്യപരമായ കുഞ്ഞിന് വേണ്ടിയിട്ട് 2 വർഷമെങ്കിലും തുടർച്ചയായിട്ട് മുലപ്പാൽ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അത്തരത്തിൽ മുലപ്പാൽ കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. മൂത്ത കുഞ്ഞിനും മുലപ്പാൽ കുറവായി പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിനും അതിനെയും ആരോഗ്യത്തിനെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ചിൽഡ്രൻ വിൽ ഗീവ് മോർ ചാൻസ് ഫോർ ദ പേരൻസ് ടു ഗീവ് പ്രോപ്പർ അറ്റൻഷൻ ടു ദ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ചൈൽഡ്. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി അല്ലെങ്കിൽ ഗർഭധാരണങ്ങളും പ്രസവവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് മുന്നേ ഉണ്ടായ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നതിനായിട്ടും സാധിക്കാറുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്, ഇൻക്രീസ്
in population creates adverse effect in the environment and in the utilization of resource. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. സോഷ്യൽ സയൻസിലും ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ജനസംഖ്യയിലുള്ള വളർച്ച എന്ത് ചെയ്യുന്നു? പരിസ്ഥിതി വിഭവങ്ങളുടെ വിനിയോഗത്തിലും അതിൻ്റെ അവയുടെ നഷ്ടപ്പെടലിനോ എന്ന പ്രത്യാഘാതവും ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യവും പറഞ്ഞത് ശരിയാണ്. യെസ്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, അതായത് ജനസംഖ്യയുടെ വർധന ക്രിയേറ്റ് അഡ്വേഴ്സ് എഫക്റ്റ്, ശരിയല്ലാത്ത രീതിയിലുള്ള എഫക്റ്റ് എവിടെ ഉണ്ടാക്കും? എൻവയോൺമെൻറ്റിലും അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സുകളുടെ ഉപയോഗത്തിലും അതുപോലെ തന്നെ പ്രകൃതിക്കും എല്ലാം കാരണമായി തീരാറുണ്ട്. മോർ ഇൻ ദ ഫോളോയിങ് മാനർ, അതായത് താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കാം ഏതെല്ലാം രീതിയിലാണ് അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. മോർ പീപ്പിൾ മീൻസ് മോർ ഡിമാൻഡ് ഫോർ റിസോഴ്സസ് ലൈക്ക് വാട്ടർ, ഫുഡ്, എനർജി, മിനറൽസ് ആൻഡ് ട്രീസ്. അതായത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഇത് മിനറൽസ് വേണം. ഏതെല്ലാമാണ്? വെള്ളവും ഫുഡും എനർജിയും അങ്ങനെയുള്ള എല്ലാ ട്രീസ് അങ്ങനെയെല്ലാം വേണം. സോ ദേ മോർ യൂട്ടിലൈസ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്. മോർ പീപ്പിൾ മീൻസ് മോർ വേസ്റ്റ് ആൻഡ് പൊല്യൂഷൻ. അതായത് എന്ത് ചെയ്യുന്നു? കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ വേസ്റ്റും കൂടുതൽ പൊല്യൂഷനും വരും. വിച്ച് ലീഡ്സ് ടു ദ പൊല്യൂഷൻ ഓഫ് വാട്ടർ. അതെന്ത് ചെയ്യുന്നു? ജലത്തിൻ്റെ മലിനീകരണത്തിന് കാരണമായി തീരുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ മലിനീകരണം, എർത്തിൻ്റെ മലിനീകരണത്തിന് കാരണമായി തീരുന്നു. വായുവിൻ്റെ മലിനീകരണത്തിന് കാരണമായി തീരുന്നു. മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമായി തീരുന്നു. അപ്പോൾ അതൊരു എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്ററിന് കാരണമായി തീരുവാൻ സാധ്യതയുണ്ട്. ഇൻക്രീസ് ദെൻ, അടുത്തതായിട്ട് ഈ കൂടുതൽ ജനസംഖ്യ ഉണ്ടായാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളാണ് പറയുന്നത്. ഇൻക്രീസ് ദ നമ്പർ ഓഫ് പീപ്പിൾ മീൻസ് മോർ ലാൻഡ് ഈസ് ക്ലിയർഡ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് അർബനൈസേഷൻ. അതായത് ആളുകൾ കൂടുമ്പോൾ കൂടുതൽ ഭൂമി വെട്ടിത്തെളിച്ച് കൃഷിക്കും അതുപോലെ തന്നെ നഗരവൽക്കരണത്തിനും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ പരിണതഫലമായിട്ട് എന്ത് പറ്റുന്നു? ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നു. ഡീഫോറസ്റ്റേഷൻ്റെ പരിണിതഫലമായിട്ട് എന്താണ് പറ്റുന്നത്? ബയോഡൈവേഴ്സിറ്റി വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുകയും സോയിലിൻ്റെ പൊല്യൂഷൻ കൂടുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഏതാണ്? കൂടുതലായിട്ടുള്ള പീപ്പിളിനെ, മോർ പീപ്പിൾ മീൻസ് മോർ കൺസപ്ഷൻ ഓഫ് റിസോഴ്സസ് വിച്ച് വിൽ ലീഡ് ടു ദ ഗ്രേറ്റർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. അപ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ റിസോഴ്സസിൻ്റെ ഉപയോഗം ഉണ്ടാവും. അങ്ങനെ കൂടുതൽ റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്ത് തള്ളപ്പെടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ക്ലൈമറ്റ് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ മാറ്റത്തിനും പൊല്യൂഷനും കാരണമായി തീരും. ഇനി അടുത്തതായിട്ട്, ഈ ദ പൊല്യൂഷൻ ഈസ് പോപ്പുലേഷൻ ഈസ് മോർ, ഇറ്റ് ക്യാൻ ലീഡ് ടു ദ ഇൻക്രീസ്ഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഹയർ റിസ്ക് ഓഫ് ലാർജ് സ്കെയിൽ ഡിസാസ്റ്റർ ലൈക്ക് പാൻഡമിക് ബിക്കോസ് ഹെൽത്ത് കെയർ മേ നോട്ട് ബിക്കം എ പ്രോബ്ലം. അതായത് കൂടുതൽ ജനങ്ങളുണ്ടെങ്കിൽ പാൻഡമിക്, പകർച്ചവ്യാധികളും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും ആളുകൾക്ക് ഇത് കൊടുക്കുവാനായിട്ട് പ്രയാസം ഉണ്ടാകും. അടുത്തതായിട്ട് പിന്നെ കൂടുതൽ ജനസംഖ്യ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാവില്ല, വീടിൻ്റെ പ്രശ്നം ഉണ്ടാവും, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, ഹെൽത്ത് കെയറിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുകൂടിയാണ്. ഇനി മൂന്നാമതായിട്ട് തന്നിരിക്കുന്ന ആ പിങ്ക് കളറിലുള്ള, ഇൻ സം കൺട്രീസ് വെയർ ബർത്ത് റേറ്റ് ഈസ് ലെസർ എക്സ്ട്രാ ടൈം ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ചൈൽഡ് കെയർ ആർ ഗിവൺ. ചില രാജ്യങ്ങളിൽ ജനസംഖ്യയുടെ കുറവ് അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? കൂടുതൽ സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? അമ്മമാർക്ക്, അതുപോലെ തന്നെ കുടുംബങ്ങൾക്കും. അതിനെക്കുറിച്ച് അഭിപ്രായം എന്താണ്? അണ്ടർ പോപ്പുലേഷൻ ക്യാൻ അഫക്ട് ദ കൺട്രീസ് നെഗറ്റീവ് മാനർ. സോ കൺട്രീസ് വെയർ അണ്ടർ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ജനസംഖ്യ ഇല്ലാത്ത പ്രദേശങ്ങളെയാണ് പറയുന്നത് അണ്ടർ പോപ്പുലേഷൻ. അപ്പോൾ ഈ അണ്ടർ പോപ്പുലേഷൻ എന്ത് സംഭവിക്കുന്നു? അതൊരു രാജ്യത്തെ പോസിറ്റീവായ രീതിയിലല്ല, നെഗറ്റീവായ രീതിയിൽ, അതായത് ഹാനികരമായ രീതിയിൽ അതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? അങ്ങനെയുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുക? എക്സ്ട്രാ ടൈം ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ചൈൽഡ് കെയർ ആർ ഗിവൺ. കൂടുതൽ സമയവും കൂടുതൽ സാമ്പത്തികവും എല്ലാം കൊടുത്തിട്ടുണ്ട്. ദീസ് ഇഷ്യൂസ് കൺട്രീസ് ഫേസസ് ഡ്യൂ ടു അണ്ടർ പോപ്പുലേഷൻ ആർ ഡിക്രീസ്ഡ് എക്കണോമിക് ആക്ടിവിറ്റി. അവിടെ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റികൾ വളരെ കുറയും. ലോവർ ടാക്സ് റവന്യൂ, ആ രാജ്യത്ത് കുറച്ച് ടാക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് റെഡ്യൂസ് ഗവൺമെൻറ് സർവീസ് സൊസൈറ്റി, അതായത് ഗവൺമെൻറ്റിന് അങ്ങനെ വന്നു കഴിയുമ്പോൾ ആളുകളുടെ കുറവ്, പണത്തിൻ്റെ കുറവ്, റവന്യൂവിൻ്റെ കുറവ്, ഇതെല്ലാം വന്നു കഴിയുമ്പോഴേക്കും അവിടെ പ്രോപ്പറായിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, ഗവൺമെൻറ് സർവീസുകൾ നന്നായിട്ട് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ജോബുകൾ, അവിടെയുള്ള പണികളെല്ലാം ചെയ്യുവാനായിട്ട് ആളുണ്ടാവുകയില്ല. അപ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ കുറച്ച് ആളുകളെ ഉള്ളൂ എങ്കിൽ ലൈഫ് ഫോർ ദ ലോക്കൽ പോപ്പുലേഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ഹെൽത്ത് സർവീസ്, ആളുകളുടെ എന്താണ് ക്വാളിറ്റി ഓഫ് ദ ലൈഫ്, അതായത് ജനങ്ങളുടെ ജീവിത നിലവാരം പിന്നെയും താണു പോകാൻ സാധ്യതയുണ്ട്. എന്താണ്? ട്രാൻസ്പോർട്ടേഷനും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം അവിടെ താന്നു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ കുറയുകയാണെങ്കിൽ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഓൾസോ താഴെ വരുവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്? അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, നേഴ്സസ് ഉണ്ടാവില്ല, ടീച്ചേഴ്സ് ഉണ്ടാവില്ല, റെസിഡൻസ് ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ്റ്സ് ഹാവ് ട്രബിൾ മെയിൻറ്റെയിനിങ് അൺറിസ്ഡ് റോഡ്സ് ആൻഡ്
വാട്ടർ സിസ്റ്റം ഇൻ പബ്ലിക് ബിൽഡിംഗ്, അവിടെ കുറച്ച് ആളുകളെ ഉള്ളുവെങ്കിൽ റവന്യൂ കുറവായിരിക്കും, വർക്ക് കുറവായിരിക്കും. ഗവൺമെൻറ്റിന് ഇങ്ങനെയുള്ളപ്പോൾ റോഡുകളും വാട്ടർ സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതും ഒരു വലിയ പ്രശ്നം ആയി തീരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം മനസ്സിലാകുന്നു എന്ന് തോന്നുന്നു. ദ കൺട്രീസ് ഇൻ ദ വേൾഡ് ഫേസസ് ഇഷ്യൂസ് ഓഫ് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ബർത്ത് റേറ്റ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ചില രാജ്യങ്ങളിൽ ഹൈ ബർത്ത് റേറ്റ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്, ചില രാജ്യങ്ങളിൽ ലോ ബർത്ത് റേറ്റ് എന്നുള്ള ഒരു പ്രശ്നവും ഉണ്ടാകാറുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും നമുക്ക് ഒരു പ്രശ്നം തന്നെയാണ്. അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം.